ഇപ്പോൾ മിഥുൻ്റെ മൃതദേഹം മിഥുൻ പഠിച്ചിരുന്ന തേവലക്കര ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നൂറുകണക്കിന് മനുഷ്യരാണ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടേക്ക് എത്തുന്നത്. അവനെ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ അവരുടെയൊക്കെ മനസ്സിലൊരു വേദനയായി, ഒരു തുള്ളി കണ്ണീരായി ഈ ഒരു വേർപാട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്രയും വലിയൊരു ജനക്കൂട്ടം അവിടേക്ക് എത്തിച്ചേരാൻ കാരണം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കനായ രാവിലെ സ്കൂളിലേക്ക് പുസ്തകവും ബാഗും ഒക്കെയായി വന്ന അവൻ ജീവനറ്റ് വീട്ടിലേക്ക് തിരികെ എത്തുന്ന ആ ഒരു അവസ്ഥ അത് ആരെയും വേദനിപ്പിക്കും. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, വലിയ തോതിൽ ഒരു ജനസഞ്ചയം അവിടേക്ക് എത്തുകയാണ് ഈ കുഞ്ഞിനെ കാണാനായി. രാജ്കുമാർ, പ്രതീക്ഷിച്ചതിലും കൂടുതൽ വലിയ ഒരു ജനസഞ്ചയം തന്നെ മിഥുനെ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, കേൾച്ചിട്ടില്ലാത്ത ആ ഒരു കുഞ്ഞനുജന് വേണ്ടി, ആ കുഞ്ഞു മോനെ കാണാൻ വേണ്ടി നിരവധി പേർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ ഇതിലൊന്നും പെടാത്തവർ, തൊഴിലാളികൾ, അങ്ങനെ നാനാ തുറയിൽപ്പെട്ട നിരവധി പേരാണ് ഇപ്പോൾ ഈ ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന്റെ ആ മുറ്റത്ത്, ഈ ഒരു മുറ്റത്തേക്ക് ഇപ്പോൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. തിക്കും തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം വലിയ ഒരു ജനത്തിരക്കാണ് ഇപ്പോൾ ഇവിടെ അവസാനമായി ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഇവിടെ കാത്തു നിൽക്കുന്നത്. ഇത് സാധാരണഗതിയിൽ 12 മണിക്ക് ഇത് ആദ്യം 11 മണിക്ക് തുടങ്ങി 12 മണിക്ക് പൊതുദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ഇത് ആദ്യത്തെ ഒരു ക്രമീകരണം. പക്ഷേ വിലാപയാത്ര പുറപ്പെട്ട് ഇവിടെ എത്തിച്ചേരാൻ തന്നെ 12 മണിയോളമായി. സ്വാഭാവികമായും ഇനിയും ഇവിടെ ഒരു 2 മണിയായാലും പൊതുദർശനം അവസാനിക്കാത്ത വിധം ഒരു ജനം തന്നെ ഇവിടെ കാത്തിരിക്കുന്നു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ. അപ്പോ അത് തന്നെ നമുക്ക് മിഥുനിൽ കിട്ടുന്ന പിന്തുണ, മിഥുനോട് എത്രമാത്രം ഈ കേരള സമൂഹം ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നു. കേരളത്തിലെ മലയാളികൾ ഇന്ന് ഈ ലോകത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള മലയാളികൾ ഓരോരുത്തരും ഈ ഇതിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൈരളി ന്യൂസിലൂടെ ആണെങ്കിൽ പോലും ലക്ഷക്കണക്കിന് ആളുകൾ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിലൂടെയെങ്കിലും അവർ മനസ്സുകൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് ഓരോരുത്തരുടെയും മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു കുഞ്ഞുമോൻ, അതിനാകാൻ തന്നെ കാരണം ഈ സ്കൂളിലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ അത്യാഹിതത്തിൽ വൈദ്യുത ആഘാതമേറ്റ് നമ്മുടെ പ്രിയപ്പെട്ട മിഥുൻ യാത്രയായി. പക്ഷെ ഇവിടേക്ക് എന്നും പ്രതീക്ഷയോടെ വന്നിരുന്ന ആ മിഥുന്റെ ചേതനയേറ്റ ശരീരം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വരുമെന്ന് ഒരാൾ പോലും കരുതിയിരിക്കില്ല. ഓരോ വലിയ പ്രതീക്ഷകളായിരുന്നു. കലാരംഗത്തും സ്പോർട്സ് രംഗത്തും ഒക്കെ നിറസാന്നിധ്യമായി മാറേണ്ടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു നാം പ്രിയപ്പെട്ട മിഥുൻ. ആ മിഥുനെയാണ് നമ്മൾക്കിപ്പോൾ നഷ്ടമായതും. ആ മിഥുന്റെ ഭൗതിക ശരീരം ഇവിടെ പൊതുദർശനത്തിന് വെക്കുമ്പോൾ ഓരോരുത്തരും അവരെ കണ്ണീർ വീഴ്ത്തിക്കൊണ്ടല്ലാതെ, നൊമ്പരത്തോടുകൂടി നോക്കിയല്ലാതെ, വിങ്ങിപ്പൊട്ടിയല്ലാതെ ഒരാൾ പോലും പോകുന്നില്ല. പലപ്പോഴും പലരുടെയും ശബ്ദം ഇടറിപ്പോകുന്നു. സ്കൂൾ മാനേജ്മെന്റ് തന്നെ ഇന്ന് രാവിലെ മാനേജർ ഉൾപ്പെടെ പറഞ്ഞത് കുറ്റബോധം കൊണ്ട് തലകുനിച്ചു പോകുന്നു. വാക്കുകൾ കൊണ്ട് പറഞ്ഞാലൊന്നും മതിയാകില്ല. എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. പരമാവധി പരിശ്രമിച്ചു മിഥുന്റെ ജീവൻ തിരികെ പിടിക്കാൻ. രക്ഷാപ്രവർത്തനം നടത്തിയത് പോലും സാഹസികമായിട്ടായിരുന്നു. ഇപ്പോൾ NCC നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞു, NCCയുടെ ഉദ്യോഗസ്ഥരെത്തി അന്ത്യോപചാരം അർപ്പിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ വിവിധ ജില്ലകളുടെ കമാൻഡിംഗ് ഓഫീസറായ ഉദ്യോഗസ്ഥനുമായി ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഈ മിഥുന്റെ NCCയിലേക്കുള്ള മിഥുന്റെ ഒരു ആഗ്രഹം അത് ഞാൻ അദ്ദേഹത്തോട് പങ്കുവച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവരത് മനസ്സിലാക്കി NCCയുടെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവസാനമായി അവന് ആദരം അർപ്പിക്കുന്നതും സെല്യൂട്ട് നൽകി ആദരം അർപ്പിച്ചു. അതും മിഥുന് കിട്ടുന്ന അതും ഒരു അംഗീകാരം കൂടിയാണ്. ഈ മരണത്തിലും അവര് NCC എന്ന് പറയുന്ന കേഡറ്റില് പങ്കെടുക്കാൻ, അതിൽ ആ കേഡറ്റിന്റെ അംഗമാകാൻ വേണ്ടിയായിരുന്നു മിഥുൻ ഈ സ്കൂളിലേക്ക് എത്തിയത്. എന്തായാലും അവന് അത് സെലക്ഷൻ ആയെങ്കിലും എൻറോൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അത് നിയമപരമായ കാര്യങ്ങൾ പൂർത്തീകരിച്ച് ഒരു NCC കേഡറ്റ് ആക്കി ആ രേഖകൾ പുറത്തിറക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ആ ഒരു ചടങ്ങ്, അതും വലിയൊരു അംഗീകാരത്തിന്റെ ചടങ്ങ് കൂടിയാണ്. ഒരു സൈന്യത്തിന്റെ ഒരു ആദരം കൂടി ഈ മിഥുന് ലഭിച്ചു എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം.
തമ്മി. ശരി രാജ്കുമാർ, ഞാൻ രാജ്കുമാറിലേക്ക് മടങ്ങിയെത്താം. ഏറ്റവും സങ്കടം നിറഞ്ഞ കണ്ണീർ ഓർമ്മയാകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായി സ്കൂളിലേക്ക് തിരികെ എത്തിയ മിഥുന് പ്രിയപ്പെട്ട സഹപാഠികൾ, നാട്ടുകാർ ഇപ്പോൾ വിട നൽകുകയാണ്. NCCയുടെ ആദരം നമ്മൾ അല്പസമയത്തിന് മുൻപ് കണ്ടു.